സൂക്ഷം 48 മണിക്കൂർ മുൻപ് വരെ സഖാവായിരുന്ന ശ്രീമാൻ റെജി ലൂക്കോസ് ഇന്നൊരു ഒത്ത സംഖ്യയാണ്. ഏതാണ്ട് 4 പതിറ്റാണ്ടോളം പഴക്കമുള്ള കമ്മി ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ പശുപുത്രനാവാൻ അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഭൂജാതനാവുന്നതിന്റെ തലേന്ന് രാത്രി റെജിയുടെ മാതാപിതാക്കൾ ഒരു അശരീരി കേട്ടുവെന്നൊരു ഐതിഹ്യവും നാട്ടിലാകെ പരക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിറക്കാൻ പോകുന്ന പുത്രൻ വളർന്നു വളർന്നു വളർന്ന് വലിയൊരു ആയി മാറും. ഇതായിരുന്നു കേട്ട അശരീരിയുടെ അർത്ഥം, പൊരുൾ. പിറ്റേന്ന് ലൂക്കോസിന്റെ ഭാര്യ പ്രസവിച്ചു. ആകാൻ ജനിച്ച തന്റെ പുത്രന് പിതാവായിട്ടുള്ള ലൂക്കോസ് ഘടിപ്പിച്ച ഒരു പേര് തന്നെ നൽകുകയും ചെയ്തു. അതാണ് റെജി. പേരിലെ ജിക്ക് ദീർഘമില്ല എന്ന കുറവ് നാട്ടുസംഖ്യകൾ ഇനിയിപ്പോ അങ്ങ് പരിഹരിച്ചോളും. അതായത് ലൂക്കോസ് പുത്രനായിട്ടുള്ള റെജി ഇനി സംഖ്യകൾക്ക് റെജി ആവും, അല്ലെങ്കിൽ റെജി ലൂക്കോസ് ജി, റെജി ലൂക്കോസ് ജി, റെജി ലൂക്കോസ് ജി. ആ വിളി അത് കൊള്ളാം. വിളി അങ്ങനെയാണ് എങ്കിൽ ഭാരതാംബയ്ക്ക് ഒരു പുത്രനെ കൂടി സമ്മാനിച്ച ലൂക്കോസിന് തീർച്ചയായിട്ടും അതൊരു ആദരവുമാകും. ലൂക്കോസ് ജി, റെജി ലൂക്കോസ് ജി. എന്തായാലും കഴിഞ്ഞ ദിവസം കൂടി ഇടതുപക്ഷത്തിനായി നാവെടുത്തവനാണ് സഖാവ് റെജി ലൂക്കോസ്. ഇന്നലെ നോക്കുമ്പോ ആശാൻ ഹരിതകാവി ഷാളും കഴുത്തിലിട്ട് രാജീവ് ജിയുടെ തൊട്ടടുത്ത് അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. നല്ലൊരു നാടൻ പശു പെറ്റതിന്റെ ചൂടും മാശും മാറാത്ത ഒരു പൈക്കിടാവിനെ പോലെ രാജീവ് ജിയോട് ഒട്ടി അങ്ങനെ ഇരിപ്പാണ് നമ്മുടെ റെജി ലൂക്കോസ് ജി. ഈ ചാനൽ ചർച്ചകളിലും മറ്റും BJP പ്രതിനിധികളെ നാവ് കൊണ്ട് തുണി പൊക്കി കാണിച്ചിരുന്ന ഒരു ഘോര മതേതരനാണ്, പ്രബുദ്ധനാണ്, ഇരുട്ടി വെളുക്കും മുന്നേ ഭ്രൂണബുക്കായി മാറിയിരിക്കുന്നത്. എനിക്ക് പക്ഷേ അതിശയം തോന്നിയില്ല കേട്ടോ, ഞെട്ടലും ഉണ്ടായില്ല. എനിക്ക് മാത്രമായിരിക്കില്ല, ഒരൊറ്റ മലയാളിയും അതിശയിക്കുകയോ ഞെട്ടുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയുന്ന ഒരു നിരീക്ഷണം പോകന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും സംഭവിക്കും. അങ്ങനെ ഞെട്ടുകയും അതിശയിക്കുകയും ഒന്നും ചെയ്യാതിരിക്കുന്നതിന് യഥാർത്ഥത്തിൽ മലയാളികൾ നന്ദി പറയേണ്ടത് സന്ദീപ് വാര്യർ എന്ന നവഗാന്ധിയനോടാണ്. BJP പാളയത്തിലിരുന്ന് കോൺഗ്രസുകാരെ നോക്കി വർഗീയ രാഗത്തിൽ കുരച്ചിരുന്ന വാര്യർ ഒരു ദിവസം രാവിലെ കുളിച്ച് ഖതറുമിട്ട് പാണക്കാടെ തിണ്ണയിൽ നാലുകാലിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് BJP പാളയത്തിലേക്ക് നോക്കി വളരെ അർപ്പിത ബുദ്ധിയോടെ നല്ല പച്ച മതേതരത്വം മുഴങ്ങുന്ന സ്വരത്തിൽ കുരച്ചു തുടങ്ങി. മലയാളികൾ അത് കേട്ടു, അല്ലേ? ആ കുരയോടെ തലയ്ക്ക് വെളിവുള്ള മലയാളികൾക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള ഞെട്ടൽ തീർന്നുപോയി, അതിശയവുമില്ലാതായി. ഇവരൊക്കെ ഉപജീവിക്കാൻ ജനസേവനം തൊഴിലാക്കിയവർ മാത്രമാണ്. ആദർശമോ ആത്മാർത്ഥതയോ ഒന്നുമില്ല. അർത്ഥവിചാരവും അധികാരമോഹവും മാത്രമേ ഇക്കാലത്തെ ജനസേവന തൊഴിലാളികൾക്കുള്ളൂ. സത്യമാണത്. ഉന്നതമായ പാക്കേജ് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രൊഫഷണലുകൾ, കമ്പനികൾ മാറുന്നത് പോലെയാണ് രായ്ക്കു രാമാനം ജനസേവന തൊഴിലാളികൾ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കൂറുമാറ്റമേ അല്ല, വെറും നാവുമാറ്റം മാത്രമാണ്. നാവുമാറ്റം. BJP-കാരനായിരുന്ന സന്ദീപ് വാര്യർ എത്ര ആത്മാർത്ഥതയോടെയാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും സതീശനെയും ചെന്നിത്തലയെയും മുരളീധരനെയും ഒക്കെ അങ്ങോട്ടേക്ക് ദുഷിച്ചത്, അല്ലേ? മുസ്ലിം ലീഗിനെ വാര്യർ പഴിച്ചതിനും പരിഹസിച്ചതിനും കണക്കുണ്ടോ? എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഗാന്ധിയനായിട്ടുള്ള സന്ദീപ് വാര്യർക്ക് BJP-യെ തള്ളിപ്പറയാൻ നാക്കുളുക്കിയേയില്ല. ശബ്ദം ഇടറുകയോ ആത്മാർത്ഥത കുറയുകയോ ചെയ്തോ? അതുമില്ലല്ലോ. BJP-യിൽ ഇരുന്ന് കോൺഗ്രസിനെ പഴിച്ച അതേ വായ കൊണ്ട് കോൺഗ്രസിലിരുന്ന് അതേ ആത്മാർത്ഥതയോടെ BJP-യെ പഴിക്കാൻ അദ്ദേഹത്തിനായത് എന്തുകൊണ്ടാണ്? ഇക്കാലത്ത് ജനസേവന ജീവനക്കാർ ഒരിക്കലും ഹൃദയം കൊണ്ടല്ല സംസാരിക്കുന്നത്, വായ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നാവ് കൊണ്ട് മാത്രമാണ് അവരുടെ സംസാരം. സംഖ്യയായിട്ടുള്ള സന്ദീപ് വാര്യരുടെ വായിൽ ഇന്ദിരാഭവനിൽ നിന്നുള്ള നാവ് തിരികിയാൽ ആ മനുഷ്യന്റെ സംസാരം കോൺഗ്രസിന് വേണ്ടിയുള്ളതായി മാറും. അതുപോലെ സഖാവായിട്ടുള്ള റെജി ലൂക്കോസിന്റെ വായിൽ മാരാർജി ഭവനിൽ നിന്നുള്ള നാവ് ഘടിപ്പിച്ചാൽ ആ മനുഷ്യന്റെ സംസാരം BJP-ക്ക് വേണ്ടിയാവും സ്വാഭാവികം. ഏതെങ്കിലും കൊങ്ങിയുടെയോ സംഖ്യയുടെയോ വായിൽ AKG സെന്ററിൽ നിന്നുള്ള നാവ് തിരികിയാൽ ആ മനുഷ്യൻ CPM-ന് വേണ്ടിയാവും പിന്നെ സംസാരിക്കുക, അല്ലേ? സ്വാഭാവികം. ചോറ് കൊടുക്കുന്ന യജമാനന് വേണ്ടി ഒരു നായ കുരയ്ക്കുന്നതിന് പിന്നിൽ നായയുടെ ആദർശത്തിന് യാതൊരു പങ്കുമില്ല, ഒരു പങ്കുമില്ല. അതുകൊണ്ട് സകല പാർട്ടികളുടെയും അടിമക്കണ്ണരായിട്ടുള്ള അണികളോട് ഈ പോങ്ങനെ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ നേതാക്കൾ ആരും തന്നെ ആദർശ രോഗികളല്ല കേട്ടോ, ഒട്ടും തന്നെ ആദർശ രോഗികളല്ല. അവരുടെ നാവിൽ പുരണ്ടിരിക്കുന്ന ഗാന്ധിസത്തിനോ ദേശീയ സ്നേഹത്തിനോ തൊഴിലാളി പ്രേമത്തിനോ ഒന്നും ആത്മാർത്ഥതയുടെ യാതൊരു പിൻബലവുമില്ല. സ്വന്തം പൊതുജന സേവനാസക്തിയുടെ ഊക്ക് പൂർണ്ണമായും സമൂഹത്തിലേക്ക് ചെലുത്തിക്കാനുള്ള ആ പ്രാപ്തി BJP-ക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കോൺഗ്രസിലേക്ക് പോയതാണോ നമ്മുടെ സന്ദീപ് വാര്യർ? അല്ല. വർഗീയവാദിയായി ജീവിച്ച് ബോറടിച്ചത് കൊണ്ട് കുറച്ചു കാലം ഇനിയിപ്പോ ഹരിത മതേതരനായി നേരം പോക്കാമെന്ന് കരുതിയത് കൊണ്ടാണോ അദ്ദേഹം പാണക്കാട് പോയി അനുഗ്രഹം തേടിയത്? അതുമല്ല. സ്വന്തം വളർച്ചയ്ക്ക് BJP-യേക്കാൾ തനിക്ക് ഗുണം ചെയ്യുക കോൺഗ്രസ് ആണെന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. അത് തെറ്റാണെന്ന് ഈ പോങ്ങൻ പറയുകയില്ല. കാരണം ഈ
ഫേസ്ബുക്കിന് വേണ്ടി കോഡ് എഴുതുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടുതൽ മെച്ചപ്പെട്ട പാക്കേജ് നോക്കി ഗൂഗിളിലേക്ക് പോകുന്നത് തെറ്റാണോ? അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോകുന്നത് തെറ്റാണോ? ആപ്പിളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ മൈക്രോസോഫ്റ്റിൽ കൂടുതൽ മെച്ചപ്പെട്ട നേട്ടത്തിനു വേണ്ടി അങ്ങോട്ടേക്ക് പോയാൽ അത് തെറ്റാകുമോ? ഇല്ല. സ്വന്തം കരിയർ നോക്കി ഒരു പ്രൊഫഷണൽ നടത്തുന്ന കമ്പനി മാറ്റം പോലെ മാത്രമേ ഇതിനെയൊക്കെ ഇക്കാലത്ത് കാണേണ്ടതായിട്ടുള്ളൂ. ജനസേവനം എന്ന് പറയുന്നത് ഇക്കാലത്ത് ഒരു തൊഴിൽ രംഗം കൂടിയാണ്. സന്ദീപ് വാര്യരൊക്കെ പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് തന്റെ പ്രവൃത്തി അതേപോലെ തന്നെ പിന്തുടർന്ന റെജി ലൂക്കോസിനെ യാതൊരു ചളിപ്പും കൂടാതെ വിമർശിക്കാൻ വാര്യർക്ക് ഇപ്പോൾ സാധിക്കുന്നത്. റെജി ലൂക്കോസിന്റെ ഈ സംഘിത്വം പിണറായി വിജയന്റെ നിയമനമാണെന്നോ മറ്റോ അങ്ങനെ എന്തോ അല്ലേ വാര്യർ പറയുന്നത്? ഇപ്പോൾ അങ്ങനെയാണ് കേട്ടത് പോകാൻ, അല്ലെങ്കിൽ അതുപോലെ എന്തോ ആണ് പറഞ്ഞത്. ഈ കോൺഗ്രസ് പാളയത്തിലേക്ക് കെ സുരേന്ദ്രൻ ചാരനാക്കി കയറ്റി വിട്ടവനാണ് സന്ദീപ് വാര്യർ എന്ന ഒരു ആരോപണം ഇവിടെ മുഴങ്ങിക്കേട്ടിരുന്നു. ആ ആരോപണത്തെ ശരിവെക്കുന്ന തരം അഭിപ്രായമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയതെങ്കിൽ പോലും അതിൽ സത്യമില്ല എന്ന് പോങ്ങനും വളരെ നന്നായിട്ട് അറിയാം. സന്ദീപ് ആയാലും റെജി ആയാലും ഇരുവരും അവരവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ നോട്ടമിട്ട് തന്നെയാണ് ഈ നാവുമാറ്റം നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് നാവുമാറ്റവും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും സന്ദീപ് വാര്യർക്കും റെജി ലൂക്കോസിനുമൊക്കെ ഇതുകൊണ്ട് ലാഭം മാത്രമേ ഉണ്ടാവൂ. അവരുടെ പാർട്ടിക്കും ലാഭക്കേടൊന്നുമില്ല കേട്ടോ. നഷ്ടമാർക്കാണ് എന്ന് ചോദിച്ചാൽ ആദർശ രോഗികളായിട്ടുള്ള നേതാക്കൾക്ക് ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ അതിജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയാനേ പോങ്ങിന് സാധിക്കുന്നുള്ളൂ. വേറൊരു നഷ്ടവും ഇതുകൊണ്ടൊന്നും ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. നാട് നന്നാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലുണ്ട് എങ്കിൽ അവർക്ക് രാഷ്ട്രീയ മരണം സംഭവിച്ചിരിക്കും. പാർട്ടി ഏതായാലും വേണ്ടില്ല, കക്കാനും കേരളീയരെ നാവുകൊണ്ട് കബളിപ്പിക്കാനും കഴിവുള്ള നേതാക്കൾ മാത്രമേ ഇനി അതിജീവിക്കുകയുള്ളൂ. എന്തായാലും നേതാക്കളുടെ ഇത്തരം നാവുമാറ്റം കൊണ്ട് പാർട്ടി അണികൾക്കും ചെറിയൊരു ഗുണം കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് സ്വന്തം അടിമ ബുദ്ധിയുടെയും വിധേയത്വ വാസനയുടെയും മാറ്റ് നിർണ്ണയിക്കാൻ വളരെ ചുളുവിൽ അവർക്ക് സാധിക്കും. അതായത് സംഖ്യയായിരുന്ന സന്ദീപ് വാര്യരെ തെറി വിളിച്ചിരുന്ന കൊങ്ങികൾക്കും സുടുക്കൾക്കും ലീഗർക്കുമൊക്കെ കോൺഗ്രസായ സന്ദീപ് വാര്യർക്ക് നിഷ്പ്രയാസം ജയ് വിളിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നല്ല നിലയ്ക്ക് അടിമ ബുദ്ധിയും വിധേയത്വ വാസനയും അവർക്കൊക്കെ ഉണ്ട് എന്ന് അങ്ങോട്ടേക്ക് ഉറപ്പിക്കാം. കാര്യമായ പരിശോധനകളൊന്നും പിന്നെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇന്നലെ വരെ സഖാവ് റെജി ലൂക്കോസിനെ ചീത്ത പറഞ്ഞിരുന്ന സംഖ്യകൾക്ക് ഇന്ന് റെജി ലൂക്കോസിനോട് പ്രിയം തോന്നുന്നുവെങ്കിൽ, അല്ലെങ്കിൽ റെജി ലൂക്കോസ് ജി എന്നോ അദ്ദേഹത്തെ വിളിക്കാൻ നാവ് തരിക്കുന്നുണ്ട് എങ്കിൽ അത്തരം സംഖ്യകൾക്കും തങ്ങളുടെ വിധേയത്വ വാസനയിലും അടിമ ബുദ്ധിയിലും വളരെ നല്ലോണം അഭിമാനിക്കാം. എന്തായാലും ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രബുദ്ധ കേരളത്തിന്റെ ഭരണം അതിപ്പോ ഏത് പാർട്ടിക്ക് ലഭിച്ചാലും അതുകൊണ്ട് പൊതുസമൂഹത്തിന് യാതൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ IPL കിരീടം ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീം നേടിയാൽ അവരുടെ ആരാധകർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം മാത്രമാണ് ആരാധകരുടെ ഏക സമ്പാദ്യം അല്ലേ. കിരീടവും പണവും പേരും പെരുമയും എല്ലാം കളിക്കാരും ടീമുടമകളും സംഘാടകരും ഒക്കെ കൊണ്ടുപോകും. ടീമിന്റെ ആരാധകർക്ക് കപ്പ് തങ്ങൾക്കാണ് അടിച്ചത് എന്ന് വേണമെങ്കിൽ മേനി പറയാം, സന്തോഷിക്കാം. സ്വന്തം ടീമിന്റെ കളി കാണാനുള്ള ടിക്കറ്റ് പോലും പക്ഷേ ആരാധകനായ ഒരു കാണിക്ക് വെറുതെ ലഭിക്കില്ല കേട്ടോ, ചുമ്മാ കിട്ടില്ല, അതിന് കാശ് മുടക്കണം. അതുപോലെ തന്നെയാണ് ഇക്കാലത്തെ രാഷ്ട്രീയ മത്സരങ്ങളും. അതും ഒരു തരത്തിൽ IPL തന്നെയാണ്, ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗ്. ആർക്ക് അധികാരം കിട്ടിയാലും അതാത് പാർട്ടികളുടെ നേതാക്കൾക്കും അവരുടെ ആശ്രിതർക്കും ആ ആശ്രിതരുടെ അടിമകൾക്കും പിന്നെ പാർട്ടി ഗുണ്ടകൾക്കും പാർട്ടിയുടെ സാംസ്കാരിക നായകൾക്കും പാർട്ടിയുടെ മാപ്രകൾക്കും ഒക്കെ മാത്രമാവും ഭരണം കൊണ്ടുള്ള ഗുണം. അധികാരം കിട്ടുന്ന പാർട്ടിയുടെ അണികൾക്ക് തങ്ങളാണ് ഭരിക്കുന്നത് വേണമെങ്കിൽ മേനി പറയാം, ചുമ്മാ സന്തോഷിക്കുക. അതല്ലാതെ സാധാ പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും അനുഭാവികൾക്കും ഒന്നും പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു പോങ്ങൻ ശത്രു സമ്പാദ്യം വർദ്ധിപ്പിക്കാനും നിൽക്കുന്നില്ല. എന്തായാലും റെജി ലൂക്കോസിനോട് ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഈ പോങ്ങനുള്ളൂ കേട്ടോ. താങ്കൾ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചോളുക, പക്ഷേ അതിനുവേണ്ടി CPMനെ അനാവശ്യമായി പഴിക്കാതിരിക്കാൻ നോക്കണം. പതിറ്റാണ്ടുകളോളം ആ പാർട്ടിയുടെ ഒപ്പം നിന്ന് താങ്കളൊക്കെ നേടിയിട്ടുള്ള സാമൂഹ്യ മൂല്യം ഒട്ടും ചെറുതല്ല. സാമൂഹ്യ മൂല്യം മാത്രമല്ലല്ലോ ലഭിച്ചിട്ടുള്ളത് അല്ലേ. പ്രസ്ഥാനം ദുർബലമായെന്ന പ്രഖ്യാപനത്തോടെ താങ്കൾ ഇപ്പോൾ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു താവളത്തിലേക്ക് രക്ഷപ്പെട്ടെത്തിയിരിക്കുകയാണ്. ഇനി CPMന്റെ കുറ്റം പറഞ്ഞ് സ്വയം ചെറുതാവാതിരിക്കാൻ വേണ്ടുന്ന സന്മനസ്സെങ്കിലും താങ്കൾ കാണിക്കണം. അവനവന് വേണ്ടി, താങ്കൾക്ക് വേണ്ടി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളീയരെ വർഗീയമായി വിഭജിക്കുന്നു എന്ന് ഈ പോങ്ങൻ പറയാൻ തുടങ്ങിയിട്ട് കുറഞ്ഞതൊരു 8 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട്. പോങ്ങനും ഒരു കമ്മിയായിരുന്നല്ലോ അല്ലേ. 2026 മാത്രമാണ് പക്ഷേ താങ്കൾക്കത് മനസ്സിലായത് അല്ലേ റെജി ലൂക്കോസ് ജി. താങ്കളെപ്പോലൊരു പ്രബുദ്ധന്, താങ്കളെപ്പോലൊരു അതിബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യന് ഒരു പോങ്ങൻ മനസ്സിലാക്കിയതിനും എത്രയോ കൊല്ലത്തിന് ശേഷമാണ് ആ തിരിച്ചറിവുണ്ടാവുന്നത്, ഒരു പ്രതികരണം സംഭവിക്കുന്നത് നിങ്ങളിൽ നിന്നൊക്കെ അല്ലേ.
പ്രബുദ്ധ കേരളത്തിലെ ഒരു പോങ്ങൻ്റെ ഒരു ബോധം പോലും നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പൊങ്ങച്ചം പറയുന്നു എന്ന് പറയരുത്. വേറെ ആരും പറയാനില്ലാത്തത് കൊണ്ട് ഈ മുത്തുപോങ്ങൻ പറഞ്ഞു പോകുന്നതാണ് പോങ്ങ സമൂഹത്തിൻ്റെ ഒരു ശേഷിയെക്കുറിച്ച്. എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ താങ്കൾ ഇത്രയും വൈകിപ്പോയത്? പ്രബുദ്ധനായതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു പോങ്ങനാവാതിരുന്നത് കൊണ്ടോ? എന്തായാലും വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. താങ്കൾ ഇനിയെങ്കിലും തിരിച്ചറിവുകളോടുകൂടി പ്രവർത്തിച്ചു. നല്ലതേ വരൂ. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ അങ്ങനെ ഈ സംസാരം തൽക്കാലം ഇവിടെ നിർത്തുന്നു. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം, അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവരാവട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുന്നവരാവട്ടെ, ഏത് നിലയിലുള്ള സഹകരണം ഈ ചാനലിനോട് നിങ്ങൾ ആരൊക്കെ കാണിക്കുന്നുണ്ടോ അവരോടെല്ലാം പോങ്ങൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും കൃതജ്ഞതയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ആർക്കെങ്കിലും സാമ്പത്തിക ശേഷി അനുവദിക്കുന്നുണ്ട് എങ്കിൽ, സഹകരണ ഭാവം അനുവദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് ജോയിൻ ചെയ്ത് ഈ ചാനലിന്റെ ഒരു മെമ്പർ ആവുക എന്നുള്ളതല്ല, എൻ്റെ രക്ഷകർത്താവുക എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന കൂടി പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്നേഹം. ടാറ്റ.